കല്യാണത്തിന് വന്ന ആരെങ്കിലും പറഞ്ഞതാവും അല്ലേ മോഹിനിയമ്മേ? എന്നോട് ആരും ഒന്നും പറഞ്ഞതല്ല. കരിനീലിക്കാവിലമ്മ മനസ്സിൽ തോന്നിപ്പിച്ചതാ. അമ്മയുടെ വെളിപാടുണ്ടായതും നേരെ ഇങ്ങോട്ട് പുറപ്പെട്ടു. തിളക്കാറായെന്ന് തോന്നുന്നു. ദേ ഏട്ടത്തിയമ്മ വന്നു. ആ വാ വാ. ഞങ്ങളെ ഇത്തിരി പായസം ഉണ്ടാക്കോ. വരുന്നവരെയൊക്കെ മധുരം കൊടുത്ത് സൽക്കരിക്കണ്ടേ. ഏട്ടത്തിയമ്മക്ക് പായസം വേണമെങ്കിൽ ആദ്യം തന്നെ കഴിച്ചോണം കേട്ടോ. ഇല്ലെങ്കിൽ മിക്കവാറും ഈ പായസം രശ്മി ചേച്ചി തന്നെ ആദ്യം കുടിച്ചത്. ഒന്ന് കൂടി കുറുമ്പി. അല്ല, പാർവതിക്ക് മാറി കൊടുക്കാൻ എന്തെങ്കിലും ഡ്രസ്സ് വേണ്ടേ? എന്ത് ഡ്രസ്സ് കൊടുക്കും? ഞാനും അതിപ്പോഴും ആലോചിച്ചേ, എന്ത് ഡ്രസ്സ് കൊടുക്കും? ഞങ്ങളുടെ ഡ്രസ്സൊന്നും പാറുവിന് പാകമാവില്ലല്ലോ. റാണി, നീ പോയി ഗിരിയോട് പാറുവിന് മാറി കൊടുക്കാൻ കുറച്ച് ഡ്രസ്സ് വാങ്ങിട്ട് വരാൻ പറ. മോളെ, ഇതൊന്ന് പിടിച്ച്. ഞാൻ നോക്കാം. ഏട്ടൻ വാങ്ങിച്ചോണ്ട് വരും കേട്ടോ. നല്ല സൂപ്പർ ഡ്രസ് ആയിരിക്കും. ഇവിടെ വന്നിരിക്കും. ചേച്ചി ഇപ്പൊ തരാട്ടോ, ഇത്ര എളുപ്പപ്പെടണ്ട. ഏട്ടത്തിയമ്മക്ക് ഏത് ടൈപ്പ് ഡ്രസ്സാ ഇഷ്ടം? ആ ഏതായാലും വല്യേട്ട ഏട്ടത്തിയമ്മക്ക് ഇഷ്ടമുള്ളത് തന്നെ വാങ്ങിച്ചോണ്ട് വരും. ഞാൻ ടേസ്റ്റ് ചെയ്യട്ടെ. ആ കുറച്ച് ടേസ്റ്റ് നോക്കാൻ താ ചേച്ചി. എനിക്കാദ്യം. ബഹളം വെക്കല്ലേ. ഞാൻ നോക്കട്ടെ. രശ്മി കുറച്ച് പായസം താ. കൈ പൊള്ളുവേ. ഇല്ല. ഏട്ടാ. റാണി, എന്താ ചേച്ചി? പാറുവിന് ഇതെന്ത് പറ്റി? വന്ന നേരം മുതൽ ഞാൻ ശ്രദ്ധിക്കുക, ആ മുഖത്തൊരു സന്തോഷം കാണാനില്ല. അല്ല, അത് സാധാരണ നല്ല ഉത്സാഹത്തോടെ സംസാരിക്കുന്ന ആളാണല്ലോ പാറു. ഇപ്പൊ നോക്ക്, ആവശ്യത്തിന് പോലും മിണ്ടുന്നില്ല. അത് പിന്നെ പാർച്ചിച്ച് ഇന്നിങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ ചേച്ചി, അതുകൊണ്ടാ. അതെന്താ, പാറുവിന്റെ പരിചയമില്ലാത്ത വീടാണോ ഇത്? അങ്ങനാണെങ്കിൽ ചിലപ്പോ എല്ലാവരോടും മിണ്ടാനും പരിചയപ്പെടാനും ഒക്കെ സമയം എടുത്തുന്ന് വരും. ഇത് അങ്ങനല്ലല്ലോ. എന്നാലും കല്യാണം കഴിഞ്ഞു വരുമ്പോ ഒരു മാറ്റം ഉണ്ടാവുമല്ലോ. എന്ത് മാറ്റം? ഈ വീട്ടിലെ ഗിരിയുടെ ഭാര്യയായിട്ട് വരണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആളല്ലേ പാറു. അപ്പോൾ അതിൻ്റെതായ സന്തോഷം പാറുവിന് ഉണ്ടാവണ്ടേ? അത് കാണുന്നില്ലല്ലോ. അത് എന്തുകൊണ്ട് കാണുന്നില്ല? അതാണ് എന്റെ സംശയം. കല്യാണ മണ്ഡപത്തിൽ വെച്ച് ഒരുപാട് പ്രയാസങ്ങൾ ഗിരിയേട്ടന് പാർച്ചിച്ച് അനുഭവിച്ചില്ലേ? അതിന്റെ ഒരു സങ്കടമൊക്കെ പാർച്ചിക്ക് ഇപ്പോഴും ഉണ്ടാവും. അതിപ്പോഴും മാറിയിട്ടില്ല. അതുകൊണ്ടാവും പാർച്ചിച്ച് ഇപ്പോഴും ആരോടും മിണ്ടാതിരിക്കുന്നത്. ആയിരിക്കുവോ? ആയിരിക്കും. ഞാനേ ഗിരിയേട്ടനെ ഒന്ന് നോക്കിട്ട് വരാം. ഏട്ടാ, ഇത് ആ സങ്കടം തന്നെയാണോ? ഏതായാലും ഗിരിയോടൊന്ന് ചോദിച്ചു നോക്കാം. ഒന്നിങ്ങോട്ട് വരുമോ? ഏട്ടാ, പാർച്ചിക്ക് മാറ്റി കൊടുക്കാൻ ഉടുപ്പൊന്നുമില്ലല്ലോ. സാധാരണ പെണ്ണിന് ആവശ്യമുള്ള ഡ്രസ്സ് ചെറുക്കൻ നേരത്തെ കൂട്ടി വാങ്ങി വെക്കും. ഇവിടെ നിനക്കതിനുള്ള സമയം കിട്ടിയില്ലല്ലോ. ഒരു കാര്യം ചെയ്, നീ പോയി പാറുവിന് ആവശ്യമുള്ള ഡ്രസ്സൊക്കെ വാങ്ങി വാ. അല്ല, പാറു എന്താ? ഗിരിയേ, നീ വേണ്ടാന്ന് വെച്ചാലും നിന്റെ ആഗ്രഹം ഭഗവതി നടത്തി തരും. ആലോചിക്കാനോ ആദ്യപ്പെടാനോ ഒന്നുമില്ല. നിന്റെ അമ്മാവന്റെ മോളെ നീ തന്നെ കെട്ടും. മോനീശ്വരം, നിശ്ചയിച്ച കല്യാണം മുടങ്ങി പാറുവിന്റെ കഴുത്തില് നീ താലി കെട്ടി ഇല്ലേ?
ദൈവം നിശ്ചയിച്ചതിനെ മനുഷ്യന് മാറ്റാൻ പറ്റുമോ മോഹിനിയമ്മേ? മോനിമ വാ, കാത്തിരിക്കാം. ശരി. ദേ മോഹിനീശ്വരി അമ്മ. മോനിയമ്മ ഇരിക്കെ. ഗിരിയും പാറും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞെന്ന് മോഹിനിയമ്മ എങ്ങനെ അറിഞ്ഞേ? കല്യാണത്തിന് വന്ന ആരെങ്കിലും പറഞ്ഞതാവും അല്ലേ മോഹിനിയമ്മേ? എന്നോട് ആരും ഒന്നും പറഞ്ഞതല്ല. കരിനീലിക്കാവിലമ്മ മനസ്സിൽ തോന്നിപ്പിച്ചതാ. അമ്മയുടെ വെളിപാടുണ്ടായതും നേരെ ഇങ്ങോട്ട് പുറപ്പെട്ടു. ഇവിടെ വന്നപ്പോ മനസ്സിൽ കണ്ടത് സത്യായിരിക്കണം. പുതുപ്പെണ്ണെന്താ ഒന്നും മിണ്ടാതെ നിക്കണേ? വന്നപ്പോ മുതല് പാറുവിനധികം മിണ്ടാട്ടം ഒന്നും ഇല്ല മോഹിനിയമ്മേ. മിണ്ടേണ്ട നേരത്തും മിണ്ടിക്കോളും അല്ലേ പാറു? അല്ലേടാ ഗിരി? ആ, ആ, ആ. കല്യാണ മണ്ഡപത്തിൽ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ നടന്നു മോഹിനിയമ്മേ. ഒരു യുദ്ധം കഴിഞ്ഞിട്ടാ ഇവര് തമ്മിലുള്ള വിവാഹം നടന്നത്. നടക്കേണ്ടത് മറ്റൊരു വിവാഹമായിരുന്നില്ലേ? സ്വാഭാവികമായും അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതൊന്നും കാര്യാക്കണ്ട. ആ ദേ പായസം എത്തിയല്ലോ. ഒന്ന് മാറി നിന്നേ. എന്തേത്? ശ്ശേ, രശ്മി, ദേ മോഹിനിയമ്മയ്ക്ക് ആദ്യം കൊടുക്കണം. കുഞ്ഞി എനിക്ക് വേണ്ട. മധുരം കഴിക്കേണ്ട സമയമായിട്ടില്ല. അമ്മ എന്താ അങ്ങനെ പറഞ്ഞത്? അത് പറയാൻ എനിക്ക് ഞാൻ പറയാം.